ഹലോ, ഞാൻ റോണി നിക്സൺ, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ് അറ്റ് ഗവൺമെൻറ് ടി മെഡിക്കൽ കോളേജ് ആലപ്പുഴ. ഇന്ന് ഞാൻ ഹൗ ടു അപ്രോച്ച് അനാട്ടമി ഫോർ യുവർ ഫസ്റ്റ് ഇയർ MBBS എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് MBBSലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്നൊരു വിഷയമായിരിക്കും അനാട്ടമി. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സബ്ജക്റ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ വരുതിയിലാക്കാൻ നമുക്ക് നോക്കാം. അനാട്ടമി ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം എൻ്റെ സിലബസ് ഇത്രമേൽ വാസ്റ്റ് ആയതുകൊണ്ടാണ്. സിലബസ് വാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനാട്ടമി എന്ന് പറഞ്ഞാലും ഗ്രോസ് അനാട്ടമി, ഹിസ്റ്റോളജി, എംബ്രിയോളജി, അതുപോലെ ജെനറ്റിക്സ്, ന്യൂറോ അനാട്ടമി എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ തന്നെ നമ്മുടെ ഗ്രോസ് അനാട്ടമിയെ തന്നെ വീണ്ടും ഓരോ പാർട്ടായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതായത് അപ്പർ ലിംബ്, ലോവർ ലിംബ്, തൊറാക്സ്, അബ്ഡമൻ, ഹെഡ് ആൻഡ് നെക്ക് എന്നൊക്കെ പറയും. അപ്പം അത്രമേൽ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കവർ ചെയ്യാൻ പോവാണ്. ഇനി ഇതിൽ നമ്മുടെ ഹിസ്റ്റോളജിയിലെ ടിഷ്യൂസിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കും, എംബ്രിയോളജി ഡെവലപ്മെൻറ്റ് പഠിക്കും, ജെനറ്റിക്സ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോവുക. ഇനി നിങ്ങൾ എക്സാമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം നമുക്കറിയാം, ഇത്രയും നാൾ ഒരു ബബിള് കറുപ്പിച്ചാൽ നമുക്ക് 4 മാർക്ക് കിട്ടുമായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്നാൽ ഇവിടെ 10 മാർക്കിൻ്റെ essay നമ്മൾ എഴുതണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. അതായത് അത്രമേൽ നമ്മൾ എഴുതി റെഡിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അതായത് അനാട്ടമി ആണെങ്കിൽ പേപ്പർ 1, പേപ്പർ 2 ഈച്ച് ക്യാരി 100 മാർക്സ്. അതിൽ ലോങ് essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡ്രോ ആൻഡ് ലേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഞാൻ കുഹാസിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. തിയറി ക്വസ്റ്റ്യൻ പാറ്റേൺ പേപ്പർ 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ അനാട്ടമി, ജനറൽ ഹിസ്റ്റോളജി, ജനറൽ എംബ്രിയോളജി, ജെനറ്റിക്സ്, അപ്പർ ലിംബ്, ഹെഡ് ആൻഡ് നെക്ക്, ന്യൂറോ അനാട്ടമി ആൻഡ് റിലേറ്റഡ് സിസ്റ്റമിക് ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി. ഇത്രയും പാർട്ടാണ് പേപ്പർ 1ൽ വരുന്നത്. പേപ്പർ 2ൽ ലോവർ ലിംബ്, തൊറാക്സ്, അബ്ഡമൻ, പെൽവിസ് ആൻഡ് പെരിനിയം, റിലേറ്റഡ് സിസ്റ്റമിക് ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി. നമുക്ക് 2 ലോങ് essay ആയിരിക്കും ഓരോ പേപ്പറുകളിലായിട്ടുണ്ടാവുക. അതായത് ഒരു ലോങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കേസ് ബേസ്ഡ് ആയിരിക്കും, ഒരെണ്ണം നോൺ കേസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് essay ആയിരിക്കും. കേസ് ബേസ്ഡ് എന്ന് പറയുമ്പം ഒരു സിറ്റുവേഷൻ എന്നിട്ട് ആ സിറ്റുവേഷൻ്റെ ആൻസർ എന്താണെന്ന് പറയുന്ന രീതിയിലും, ഒരെണ്ണം കേസ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള essay ആയിരിക്കും. അത് 10 മാർക്ക് വീതം, അപ്പോൾ 20 മാർക്കായി. പിന്നെ ഷോർട്ട് essays ഉണ്ടാവും, 6 മാർക്കിൻ്റെ 6 എണ്ണം. പിന്നെ 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസേഴ്സ് വരും. പിന്നെ ഒരു ഡ്രോ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം, അത് 4 മാർക്കാണ് വരിക. കൂടാതെ MCQs ഉണ്ട്. MCQസിൽ തന്നെ എന്തുണ്ട്, നമുക്ക് അസേഷൻ റീസൺ ടൈപ്പ് ഉണ്ട്, സിംഗിൾ ടൈപ്പ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ സിംഗിൾ ആൻസർ ടൈപ്പ് കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കേസ് ബേസ്ഡ് സിനേറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം 20 മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആണ് MCQs. MCQ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ജസ്റ്റ് മഗപ്പ് ചെയ്ത് പഠിക്കുന്നവർക്ക് MCQs ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി കമ്മിങ് ടു ദ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, 100 മാർക്ക് ഉണ്ട്. ആ 100 മാർക്കിൽ സ്പോട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കഡാവേഴ്സിനെ വെച്ചിട്ട് കഡാവറിലെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഫ്ലാഗ് ചെയ്യും. ഒരു വെയിന് അല്ലെങ്കിൽ ഒരു ആർട്ടറി ഒക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട്, ഈ ടൈപ്പ് ചെയ്ത സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഇൻസേർഷൻ എവിടെയാണ്, അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്നൊക്കെ ചോദിക്കാം. ഇനി ബോൺസ് വേണേൽ വെക്കാം, ഹിസ്റ്റോളജി സ്ലൈഡ്സിൻ്റെ സ്പോട്ടേഴ്സ് വയ്ക്കാറുണ്ട്, എംബ്രിയോളജി മോഡൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് സ്പെസിമെൻ നമുക്ക് തന്നിട്ട്, അതൊരു ഓർഗൻ ലങ്സ് എടുത്ത് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയും, ഡിസ്കഷൻ, അതിന് നല്ല മാർക്കുണ്ട്. പിന്നെ വൈവ വോസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളോട് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. വൈവയ്ക്ക് ഇരിക്കാൻ നേരത്ത് അനാട്ടമിയാണ് 4 സ്റ്റേഷനിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് അനാട്ടമി നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും നല്ല തറവായിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പ്രാക്ടിക്കൽ സ്പോട്ടേഴ്സ് 13 ക്വസ്റ്റ്യൻസ്, 2 മാർക്സ് ഈച്ച്. പിന്നെ OSP ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ. പിന്നെ ഡിസ്കഷൻ 2 സ്പെസിമെൻ, ഒരെണ്ണം എബോവ് ഡയഫ്രം ഉള്ളൊരു സ്പെസിമെനും തരും, ബിലോ ഡയഫ്രം ഉള്ളൊരു സ്പെസിമെനും തരും. പിന്നെ ഹിസ്റ്റോളജി 15 സ്പോട്ടേഴ്സ്, ഒരു OSP, 2 ഡിസ്കഷൻ സ്ലൈഡ്. അതായത് ഒരു സ്ലൈഡ് എന്നിട്ട് നമ്മളോട് ചോദിക്കും, അതിനെക്കുറിച്ച് നമ്മളോട് പറയാനായിട്ട്.
അതൊരു ജനറൽ ഹിസ്റ്റോളജി സ്ലൈഡും ഉണ്ടാവും, ഒരു സിസ്റ്റമിക് ഹിസ്റ്റോളജി സ്ലൈഡും ഉണ്ടാവും. വരയ്ക്കാനൊക്കെ നന്നായിട്ട് പഠിക്കണം ഹിസ്റ്റോളജിയിൽ. വൈവവോസ് വരുന്നത് ഓസ്റ്റിയോളജി സ്റ്റേഷൻ ഉണ്ടാവും. ഒരു ബോണിങ്ങിന് എടുത്ത് തന്നിട്ട് ബോണിനെ കുറിച്ച് പറയാൻ പറയും, ചോദ്യം ചോദിക്കും. പിന്നെ എംബ്രിയോളജിയിൽ മോഡലുകളായിരിക്കും കൂടുതൽ വെക്കുന്നത്, അല്ലെങ്കിൽ ചാർട്ടുകളായിരിക്കും. പിന്നെ റേഡിയോളജി, എക്സ്റേ, CT, MRI ഒക്കെ തന്നിട്ടായിരിക്കും. സർഫസ് മാർക്കിംഗ്, അതിപ്പോൾ ഒരു സബ്ക്ലേവിയൻ ആർട്ടറി, ഇവിടെ ഒരു ആർട്ടറിയാണ് സബ്ക്ലേവിയൻ ആർട്ടറി. അപ്പം അത് നമ്മുടെ ശരീരത്തെ എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് മൊത്തം 100 മാർക്ക് വരുന്നത്. ഇനി കമ്മിങ് ടു ബുക്സ് എല്ലാവർക്കും ഡൗട്ടാണ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് നമുക്ക്. ഗ്രീസ് അനാറ്റമി, സ്നെൽസ് ന്യൂറോ അനാറ്റമി, കീത്തൽ മൂർ, ഫിറ്റ്സ് ജെറാൾഡ്, ബ്ലുമൻഫെൽഡ്, ലാങ്മാൻസ് എംബ്രിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ആദ്യമായിട്ട് MBBSലേക്ക് കടന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. കാരണം മെഡിക്കൽ ടെർമിനോളജീസ് ആർ വെരി ഡിഫിക്കൾട്ട്. നമ്മളതായിട്ട് യൂസ്ഡ് അപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഈസിയാണ്. പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം റെറ്റിനാക്കുലം അങ്ങനെ ഒരു വാക്കിന് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാകണ്ടേ, ബുദ്ധിമുട്ടാണ്. ഇനി കമ്മിങ് ടു നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകളുണ്ട്. നമ്മുടെ എക്സാമുകൾക്ക് എഴുതി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ. അതാണ് ഞാൻ ഫോളോ ചെയ്ത് വിശ്രാം സിംഗ് എന്ന ബുക്കായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പേഴ്സണലി. പിന്നെ യോഗേഷ് സൊണ്ടാക്കയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതും വളരെ നല്ല ബുക്കാണ്. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും യോഗേഷ് സൊണ്ടാക്കെ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ BD ചൗരസ്യ കാലങ്ങളായിട്ട് ഉള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സാറുമാരും ടീച്ചേഴ്സൊക്കെ പഠിച്ച ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ IB സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. IB സിംഗിൻ്റെ എംബ്രിയോളജി ഉണ്ട്, ന്യൂറോനാറ്റമി ഉണ്ട്. ഞാൻ ഫോളോ ചെയ്തത് വിശ്രാം സിംഗിൻ്റെയാണ് ഗ്രോസ് അനാറ്റമി, ഹിസ്റ്റോളജി, അതുപോലെ തന്നെ എംബ്രിയോളജി ഫോളോ ചെയ്ത് യോഗേഷ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ജെനറ്റിക്സ് ഗാംഗെയിൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്സും അതുപോലെ തന്നെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സും നമ്മുടെ കുഹാസിൻ്റെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പറഞ്ഞു അനാട്ടമി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടൊരു സംഭവമല്ല. മെമ്മറി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കൺസെപ്റ്റുവലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് കൂടെ ആവശ്യമാണ്. നമുക്കത് എങ്ങനെയാണ് നമുക്കത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാന്നുള്ളത് നോക്കാം. മാസ്റ്റർ ദി ആർട്ട് ഓഫ് ഡിസെക്ഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈസെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അത് നമ്മൾ അത്രമേൽ ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി നമ്മൾ ഡിസെക്ട് ചെയ്യാൻ പോകുന്ന ഭാഗത്തെക്കുറിച്ച് വായിച്ച് പഠിച്ച് ചെന്ന് നമ്മൾ ചെയ്യണം. ഓരോ സ്ട്രക്ചേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അറിയാത്തതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് 3D ആപ്സ് അവൈലബിൾ ആണ്. അതുപോലെ അറ്റ്ലസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നില്ല, അതൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അനാട്ടമി അല്ലെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലാണ് നിങ്ങൾ ഫിസിയോളജിയിൽ എത്തുമ്പോൾ അതിന്റെ ഫംഗ്ഷനിങ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. സർജറിയിൽ എത്തുമ്പോൾ നമുക്ക് പ്രൊസീജിയർ കാണാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓ, ഇത് ഈ ടിഷ്യൂ ആണല്ലേ, ഇത് ഈ ഓർഗൻ ആണല്ലേ, മനസ്സിലായോ? ഇനി അത് നിങ്ങൾ ഭയങ്കര പ്രോ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഡിസെക്ഷന്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം അനാട്ടമി. ജസ്റ്റ് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നതിന് പകരമായിട്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലസും 3D ആപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്ക് നെറ്റിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, ഡിസെക്ഷൻ വീഡിയോസിൻ്റെ ഒക്കെ കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അനാട്ടമിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ വരച്ച് എഴുതി വെക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എല്ലാം വരച്ച് ലേബൽ ചെയ്താൽ അവർക്ക് മനസ്സിലാവും നമുക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ട്. അപ്പോൾ മാക്സിമം ഫിഗേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അനാട്ടമിയിൽ ഫിഗേഴ്സ് ആഡ് ചെയ്ത് ലേബൽ ചെയ്യുക, ലെജിബിളി, അതാണ് ആവശ്യം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. റിപ്പീറ്റഡായിട്ട് നമ്മൾ വരച്ച് ശീലിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു പെർഫെക്ഷൻ ആയിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു മോഡൽ വരച്ച് വെച്ചാൽ മതി. കാരണം അവരൊരു ആർട്ടിസ്റ്റിക് ഇതല്ല അവർ നോക്കുന്നത്. അവിടെ ഒരു ബോണിന് ജസ്റ്റ് 2 ലൈൻ കൊടുത്താലും മതി. മനസ്സിലായോ? ജസ്റ്റ് അങ്ങനെ കറക്റ്റ് ഇങ്ങനെ തന്നെ ബോൺ വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല. ഇനി ക്ലിനിക്കൽ കോറിലേഷൻ. നമ്മുടെ ഈ വിശ്രാം സിംഗൊക്കെ ആണെങ്കിൽ അല്ലെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ക്ലിനിക്കൽ കോറിലേഷൻ പ്രത്യേക ബോക്സുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്ലിനിക്കൽ കോറിലേഷൻ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാലും നമ്മൾ ഒരു എക്സ്ട്രാ മാർക്കാണ്. ക്ലിനിക്കൽ കോറിലേഷന് വേണ്ടി മാത്രം ഒരു മാർക്കുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ കോറിലേഷൻ എല്ലാ ക്വസ്റ്റ്യൻസിലും മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഭയങ്കര നല്ലതാണ്. നമ്മൾ ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യും. ഇനി നമുക്കറിയാൻ പറഞ്ഞു ഓൾറെഡി ഗ്രോസ് അനാട്ടമി, ഹിസ്റ്റോളജി, എംബ്രിയോളജി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ശരിക്കും നമ്മൾ ഗ്രോസ് അനാട്ടമി പഠിച്ച സ്ട്രക്ചറിന്റെ മൈക്രോസ്കോപ്പിയാണ് ഹിസ്റ്റോളജി. ആ ഓർഗൻ എങ്ങനെ ഡെവലപ്പ് ആയി എന്ന് പറയുന്നതാണ് എംബ്രിയോളജി. അപ്പം ഇത് മൂന്നും ഇങ്ങനെ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്ത് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി നമ്മൾ ഒരു അപ്രോച്ച് കൊടുക്കുവാണെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ടിന്റെ ഗ്രോസ് അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ ഹാർട്ട് മസിൽസിന്റെ കാർഡിയക് മസിൽസിന്റെ ഹിസ്റ്റോളജി നോക്കുക, എന്നിട്ട് ഹാർട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പഠിക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. പിന്നെ അനാട്ടമി നമുക്കറിയാം മറന്നു പോകാൻ സാധ്യതയുണ്ട്. പരീക്ഷയുടെ തലേദിവസം ഓടിച്ചു പോയി നോക്കിയാലൊന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പം റെഗുലർ ആയിട്ടുള്ള റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, അങ്കി എന്നൊക്കെ പറയുന്ന ആപ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പുതിയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരുന്ന ടോപ്പിക്സിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി ഗ്രൂപ്പ് സ്റ്റഡി എപ്പോഴും നമ്മൾ ഇപ്പം പരോട്ടിഡ് ഗ്ലാൻഡ് പറയുമ്പോൾ അതിൻ്റെ റിലേഷൻസ് ഒക്കെ പറയും. ആൻറ്റീരിയറിൽ എന്ത്, പോസ്റ്റീരിയറിൽ ഇത്, മീഡിയലി ലാറ്ററൽ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളതിങ്ങനെ ഓർത്ത് ഇങ്ങനെ പഠിക്കാൻ. പറഞ്ഞു കൊടുത്ത് പഠിക്കുക. നമ്മൾ 2-3 കൂട്ടുകാർ കൂടിയിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞേ അത് പരോട്ടിഡ് ഗ്ലാൻഡ് മുമ്പിൽ എന്താ, പുറകിലെന്താ, അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഹൈ ടോപ്പിക്സ് കുഹാസിൻ്റെ എക്സാം സൈറ്റിലുണ്ട്, അത് നിങ്ങൾ നോക്കണം ഫ്രീക്വൻ്റ്ലി, അത് പ്രാക്ടീസ് ചെയ്യണം. കമ്മിങ് ടു ജനറൽ അനാട്ടമി, ബോൺസ്, മസിൽസ്, ജോയിൻസ് ഒക്കെയാണ് മെയിനായിട്ട്. അത് നിങ്ങൾ ജനറൽ അനാട്ടമി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ മെഡിക്കൽ ടെർമിനോളജി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജനറൽ അനാട്ടമിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അപ്പോൾ അത് വെറുതെ സില്ലി ആയിട്ട് കാണരുത്. ഹിസ്റ്റോളജി, പത്തോളജി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ പത്തോളജി മനസ്സിലാവും. ഹിസ്റ്റോളജി സ്ലൈഡുകളിലെ അബ്നോർമാലിറ്റിയാണ് പത്തോളജിയിൽ നിങ്ങൾ സ്ലൈഡുകളായിട്ട് കാണുന്നത്. അപ്പം ഹിസ്റ്റോളജി പ്രോപ്പറായിട്ട് നിങ്ങൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ പത്തോളജി നിങ്ങൾക്ക് അവിടെ വളരെ എളുപ്പമായിരിക്കും. ജനറൽ എംബ്രിയോളജി, സിസ്റ്റമിക് എംബ്രിയോളജി. എംബ്രിയോളജി ഞാൻ പറഞ്ഞു കൂടെ പഠിച്ചു പോവുക. ഏതൊരു ഓർഗൻ ആണെങ്കിലും ആ ഓർഗൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു അത് പഠിക്കുമ്പോൾ തന്നെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. എംബ്രിയോളജി നല്ല വെയിറ്റേജ് ആണ്. ഞങ്ങളുടെ എക്സാമിന് 2024 ബാച്ചാണ് ഞാൻ. അപ്പം ആ എക്സാമിന് വളരെയധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എംബ്രിയോളജിയിൽ. പിന്നെ റേഡിയോളജി നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബോണിൻ്റെ സ്ട്രക്ചറും റിലേറ്റഡ് സംഭവങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. റേഡിയോളജി വിടരുത്, വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷനാണ്. സർഫസ് മാർക്കിംഗ് അതുപോലെ തന്നെ കൂടെ പഠിച്ചു പോവുക. ഓസ്റ്റിയോളജി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ടൈമൊന്നും കിട്ടില്ല നമുക്ക്, കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ ബോൺ സെറ്റ് ഒന്നും അങ്ങനെ എല്ലാ കോളേജിലും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിസിഷൻ ഹാളിൽ പോകുന്ന സമയത്ത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ബോൺസ് എടുത്ത് അങ്ങനെ ഡിസ്കസ് ചെയ്താൽ പഠിച്ചിരുന്നത്. അത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സമയം കണ്ടക്ട് ചെയ്ത് പഠിക്കണം. കാരണം നമ്മളത് പിടിച്ച് അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കി പഠിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കംപ്ലീറ്റ് ജെനറ്റിക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ നമ്മുടെ +2 വരെ പഠിച്ചതിന് കുറച്ചും കൂടി ആഡപ്പ് ചെയ്യാനേ ഉള്ളൂ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലീസ്റ്റ് റേറ്റിംഗ് കൊടുത്തത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് APPSന് കയറി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും പഠിക്കാനുണ്ട്, റെക്കോർഡ് എഴുതാനുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് പോർഷൻസ് നീങ്ങുന്നു. ഇപ്പം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ എക്സാം ആയിക്കഴിഞ്ഞാൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇന്റേണൽ എക്സാംസ് ഒക്കെ ഇടുമ്പോൾ അന്ന് ചിലപ്പോൾ രാവിലെ ക്ലിനിക്കൽ പോസ്റ്റ്യൻസ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഉണ്ടാവില്ല. അന്ന് രാവിലെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് അവർ പഠിപ്പിക്കും. അപ്പോൾ എങ്ങനെ പരീക്ഷ എഴുതും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പം കാരണം കുറച്ച് കഴിയുമ്പം നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വീഴും. പിന്നെ ഇതൊക്കെ എളുപ്പമായിരിക്കും. ആദ്യത്തെ 2 മാസം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പിന്നെ നിങ്ങൾക്കിത് അത്യാവശ്യം വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. കൺസിസ്റ്റൻസിയാണ് പ്രധാനം. ഹാർഡ് വർക്ക് ഈസ് എ സക്സസ്. ഹാർഡ് വർക്ക് ഈസ് എ കീ ഫോർ ദ സക്സസ്. ഓക്കെ, അപ്പം താങ്ക് യു. നിങ്ങൾക്ക് ഏകദേശം അനാട്ടമീനെ എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാന്നൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.